ഹായ് ഗായ്സ്. അപ്പോൾ കുംഭം 27, അതായത് മാർച്ച് 11. അപ്പോൾ നമ്മളിന്ന് തിരിച്ച് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പം നമ്മൾ 90 കാര്യങ്ങളൊക്കെയാണ് കുട്ടറെ. അപ്പം ഇന്ന് ഏകദേശം ഒരു 7 ടൈം ആയിട്ടുണ്ട്. ഒരു 9:30 ആ ടൈമിലാണ് അവർ വരിക. ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഏട്ടനും അമ്മയും മാത്രമാണ് കേട്ടോ വരുന്നത്. പിന്നെ നമുക്ക് തിരിച്ച് ഏട്ടൻ്റെ വീട്ടിലേക്ക് കയറാനും ടൈമുണ്ട്. ഒരു 12:30 മുതൽ ഒരു 1 മണിൻ്റെ ഉള്ളിൽ കയറണം. അപ്പോൾ നമുക്ക് അധികം ടൈമൊന്നുമില്ല. പിന്നെ അപ്പോൾ ഞാൻ വേഗം കുളിച്ചും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ് മാറ്റാത്തെന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഏട്ടൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരിക. അപ്പം ഞാൻ എൻ്റെ 4 ദിവസത്തേക്കാണ് കേട്ടോ നമ്മൾ പോണത് നിൽക്കാനായിട്ട്. പിന്നെന്താ പറയുക, അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മറ്റേത് ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ ഇത്രയും ഇതൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഉണ്ണിയുടെ ഇന്ത്യയൊക്കെ വേണമല്ലോ. അപ്പോൾ 4 ദിവസത്തേക്കാണ് ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ പോണത് എന്ന് പറയുമ്പോൾ തൊട്ട് അമ്മ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. കാരണം ഞങ്ങളങ്ങനെ മാറി നിന്നിട്ടില്ല. ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ തന്നെ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് ഒരു 7-8 മാസം വരെ വീട്ടിൽ തന്നെയായിരുന്നു. കാരണം എനിക്ക് ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ വിട്ട് നിന്നിട്ടില്ല. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇത്രയും മാസം വരെയായിട്ടും അങ്ങനെ നിന്നിട്ടില്ലല്ലോ. പിന്നെ എങ്ങോട്ട് പോവുകയാണെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിലാണെങ്കിൽ കസിൻസിൻ്റെ ഒപ്പം പോവുകയാണെങ്കിലൊക്കെ അമ്മ ഉണ്ടാവും. അങ്ങനെ ഹോസ്റ്റലിൽ പോലും ഞാൻ നിന്നിട്ടില്ല കേസ്. അപ്പോൾ അത്രയും അറ്റാച്ചാണ് അമ്മയായിട്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് അങ്ങനെയല്ലോ, പ്രസവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അമ്മേനെ ഒരു വിധത്തിലൊക്കെ സമാധാനിപ്പിച്ചു. പിന്നെ നമുക്ക് അമ്മ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോയിട്ടാണ് അവർ വരുമ്പോഴേക്കും. പിന്നെ ഇപ്പം ഞാൻ വേഗം റെഡിയായി. പിന്നെ എൻ്റെ ഒപ്പം എന്നെ ഏട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മയും മേമയും വരുന്നുണ്ട്. അപ്പോൾ മേമ അങ്ങനെ റെഡിയാവുകയാണ്. പിന്നെ അത് അമ്പാടീനെ ഞാൻ വേഗം നീപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അവന് പാലൊക്കെ കൊടുത്ത് അവൻ നല്ല ഉറക്കമാണ്. പിന്നെ അവൻ തലേ ദിവസം ഇപ്പോൾ അങ്ങനെ ഉറക്കത്തിൻ്റെ ക്ഷീണവും ഉറക്കമില്ലാത്തതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് അവൻ ഇത്രയും ഉറക്കം. രാവിലെ ഭയങ്കരമായിട്ട് ഉറങ്ങും, രാത്രി ഉറക്കമൊഴിച്ചിട്ടൊക്കെയാണ്. പിന്നെ അത് അമ്മ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കും മേമയ്ക്കും ചിന്നുവിനും അച്ചമ്മയ്ക്കൊക്കെ. അങ്ങനെ അത് കൊടുക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചിന്നിക്ക് ഇനിയൊരു വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയ ഡ്രസ്സ് ഇതാണ്. അങ്ങനെ എൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തപ്പോൾ മേമയും വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ 3 പേരും അങ്ങനെ വെറുതെ കുറച്ച് വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തു. മേമയും അമ്മീനെ കൊണ്ടേക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. പിന്നെ 4 ദിവസമല്ലേ ഉള്ളൂ. പിന്നെ അതാ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് ഞങ്ങൾ ഇറങ്ങുകയാണ്. നമുക്ക് അധികം ടൈമില്ലല്ലോ. അപ്പോൾ അച്ഛനോടൊക്കെ യാത്ര പറഞ്ഞു. പിന്നെ മേമ വന്നിട്ടുണ്ടായിരുന്നു. സച്ചു സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാമ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ണിയുടെ അച്ഛമ്മടുത്തേക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. പിന്നെ അവൻ ഉറക്കത്തിൽ നിന്ന് നീപ്പിച്ച ആ ഒരു ദേഷ്യമാണ് അവന്. അപ്പോൾ അവൻ കുറച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ വീട്ടിലേക്ക് അധികം ദൂരമില്ല, ഒരു 4.5 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം വെച്ച് നമ്മൾ ഏകദേശം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീടെത്തി. നമ്മളെ കാത്തിട്ട് ഇതാ വല്യമ്മയും അച്ഛമ്മയും അമ്മമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം നമ്മുടെ അമ്പാടി തിരിച്ച് നമ്മുടെ സ്വന്തം വീട്ടിലെത്തി ഗൈസ്. അങ്ങനെ ഞാൻ അവനെ ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു. നമുക്ക് നമ്മളെ ആരതി ഒഴിയാനുള്ള കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് അമ്മ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഓട്ടോറിക്ഷയിൽ നിന്ന് നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന തിരക്കിലാണ്. 4 ദിവസത്തേക്കാണെങ്കിലും അത്യാവശ്യത്തിനുള്ള സാധനങ്ങളുണ്ട്. പിന്നെ നീതു ഇതാ വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ എന്നോട് വന്ന് നിൽക്കാനൊക്കെ പറഞ്ഞു. അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം വീട്ടിലെത്തിക്കുക ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ ഞങ്ങൾ ആരതി കുഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു ചടങ്ങാണ് ഈ തെച്ചിക്കൊമ്പ് ഉൻ്റെ കയ്യിൽ ഇങ്ങനെ കൊടുത്തിട്ട് അത് പിടിച്ചിട്ട് വേണം അവനകത്തേക്ക് കയറാൻ. ഞങ്ങളുടെ ഇവിടെ ഇല്ലേ, ഏട്ടൻ്റെ ഇവിടുത്തെ ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അവിടെ ഇങ്ങനത്തെ ചടങ്ങുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മളങ്ങനെ അകത്തേക്ക് കയറി കേസ്. കുറേ ദിവസത്തിന് ശേഷം വീട്ടിനുള്ളിൽ കയറി. പിന്നെ നമ്മൾ വീട് മാറിയതിൻ്റെ ഒരു ഉണ്ണിക്ക് വീട് മാറിയതിൻ്റെ ഒരു ഇതുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ അവന് കരച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ ഊണൊക്കെ കഴിച്ചിട്ടാട്ടോ അമ്മയും മേമയും ഏട്ടനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. മേമയുടെ മോളുടെ വീടും ഇവിടെ തന്നെയാണ്. അപ്പോൾ പിന്നെ അവളെന്നെയോടും കണ്ടിട്ട് തന്നെയാണ് പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പോകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ അപ്പോൾ അത് അമ്മ വീണ്ടും ഭയങ്കര കരച്ചിലൊക്കെയാണ്. അപ്പോൾ ഞാൻ അമ്മേനെ നമുക്ക് ഇടങ്ങാറുണ്ട്, പക്ഷെ ഞാനോടും കരഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാവും. അപ്പോൾ അതിന് അമ്മേനെ ഒരു വിധത്തിലൊക്കെ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കാണ് കേസ്. അപ്പോൾ നീതും അമ്മേനെ കൊണ്ടയക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ടും കാണും വരെ ബായ്.